അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മുൻഗാമികളിൽപ്പെട്ട മൂന്നാളുകൾ ഒരിക്കൽ ഒരു യാത്ര പോയ സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ മൂന്ന് പേരും യാത്രാ വഴിമധ്യേ ക്ഷീണം അനുഭവപ്പെട്ടപ്പോൾ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. ആ സമയത്തൊരു കല്ലുരുണ്ട് വന്ന് ആ ഗുഹയുടെ മുഖം അടച്ചു കളഞ്ഞു. ഈ മൂന്ന് പേരും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുകയാണ് എങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ച്. ആ ഗുഹക്കുള്ളിൽ വെച്ച് അവർ കൂടിയാലോചന നടത്തുന്നു. അതിലൊരാൾ പറയുന്നു, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാം. പക്ഷേ അടിസ്ഥാനപരമായി അവർ മൂന്ന് പേരും എത്തിച്ചേരുന്ന ഒരു അവസ്ഥയുണ്ട്. അവർ പറയുന്നത്, നമ്മളന്ന് ചെയ്ത കർമ്മങ്ങൾ ഇഖ്ലാസോടെയുള്ളതാണെങ്കിൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയുമോ? അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ബിത്തിആ വജ്ഹിക്. അള്ളാഹുവേ, ഞങ്ങൾ അന്ന് പ്രവർത്തിച്ച ആ കർമ്മങ്ങൾ അത് പൂർണ്ണമായ ഇഖ്ലാസോടെയാണ് ഞങ്ങൾ ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ, ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത് എന്നല്ല, പക്ഷേ ഞങ്ങൾ അന്ന് ചെയ്തത് പൂർണ്ണ ഇഖ്ലാസോടെയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ നീ ഈ ഗുഹക്കുള്ളിൽ നിന്നും രക്ഷപ്പെടുത്തണമേ എന്നാണ്. നോക്കൂ നിങ്ങൾ. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ നമ്മൾ ചെയ്ത ഇഖ്ലാസോടെ ചെയ്ത അമലുകൾ മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. മാത്രവുമല്ല, ഏതൊരു കാര്യത്തിൻ്റെയും അടിസ്ഥാനം ഇഖ്ലാസാണ്. ഒരു അമല്, നമ്മൾ ചെയ്യുന്ന ഏത് സൽക്കർമ്മവും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി രണ്ട് നിബന്ധനകളുണ്ട്. ഒന്ന് ഇഖ്ലാസാണ്, മറ്റൊന്ന് ഇത്തിബാ ആണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ചെയ്യുക. അപ്പം നമ്മുടെ ഏത് കർമ്മങ്ങളും ഇഖ്ലാസോട് കൂടിയിട്ടുള്ള, റിയാ തൊട്ട് തീണ്ടാത്ത രൂപത്തിലുള്ള കർമ്മങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.